രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 452 വോട്ടുകളോടെയായിരുന്നു ജയം. പ്രതിപക്ഷ നിരയിൽ വലിയ വോട്ട് ചോർച്ചയുണ്ടായതോടെ 300 വോട്ടുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് നേടാൻ സാധിച്ചത്. പ്രതിപക്ഷത്ത് നിന്ന് 14 വോട്ടുകൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ആദ്യം തന്നെ NDA ഒരു തീരുമാനമെടുത്തിരുന്നതാണ്, അതായത് ഒരു സംയുക്ത സ്ഥാനാർത്ഥി മതി, മത്സരം ഒഴിവാക്കാം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു, ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും പറ്റില്ല, മത്സരം അത് വേണ്ടി വന്നു, മത്സരം വേണമെന്ന ശാഠ്യത്തിലായിരുന്നു പ്രതിപക്ഷം. ഇപ്പോൾ പ്രതിപക്ഷം തോറ്റമ്പി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ. രാഖി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് വലിയ നാണക്കേടുണ്ടാക്കി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഭരണഘടനാ സ്ഥാനത്തേക്ക് ഒരു സംയുക്തമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് ഒരാളെ തെരഞ്ഞെടുക്കാമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകാതെയാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ഇന്നലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വോട്ടെടുപ്പ് നടന്നു. 7 മണിയോടുകൂടിയായിരുന്നു ഫലപ്രഖ്യാപനം വന്നപ്പോൾ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചതാണെങ്കിൽ പോലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് 427 അംഗങ്ങളാണ് NDAക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ചേർത്തുള്ളത്. YSR കോൺഗ്രസിൻ്റേതുൾപ്പെടെ 430 മുകളിൽ വോട്ടുകൾ CP രാധാകൃഷ്ണൻ ലഭിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ 452 വോട്ടുകളാണ് CP രാധാകൃഷ്ണൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതായത് പ്രതിപക്ഷ നിരയിൽ നിന്നും കോൺഗ്രസും സമാജ്വാദിയും തൃണമൂലുമെല്ലാം നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നിരയിൽ നിന്നും CP രാധാകൃഷ്ണന് വോട്ട് ലഭിച്ചു എന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ, പ്രതിപക്ഷ MP-മാരുടെ വോട്ടുകൾ CP രാധാകൃഷ്ണന് ലഭിച്ചു. കൂടാതെ ചില പ്രതിപക്ഷ MP-മാർ വോട്ട് അസാധുവാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസ് ഉൾപ്പെടെ നിലവിൽ ആരോപണം ഉന്നയിക്കുന്നത് MP-മാർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കി എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിനും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്ന് വീണ്ടും തെളിയിക്കുന്നതിനും ഒരു നാണക്കേടിനും കൂടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വഴിവെച്ചു എന്നാണ് കണക്കാക്കേണ്ടത്. ആകെ പോൾ ചെയ്ത വോട്ട് 767 ആയിരുന്നു. അതിൽ 15 വോട്ടുകൾ അസാധുവായി. 752 വോട്ടുകളെത്തി. അതിൽ 452 വോട്ടുകൾ നേടിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ദിവസങ്ങളിൽ തീരുമാനിക്കുന്ന ഒരു ദിവസം അദ്ദേഹം ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യും. CP രാധാകൃഷ്ണൻ്റെ വിജയത്തിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യുന്നത് ഈ പ്രതിപക്ഷ നിരയിലുണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച തന്നെയാണ്. കാരണം നിലവിൽ കോൺഗ്രസ് ഉൾപ്പെടെ വലിയ പ്രചാരണം നടത്തുകയും വോട്ടിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും എല്ലാം നടത്തുമ്പോഴാണ് ജനപ്രതിനിധിയായിട്ടുള്ള പ്രതിപക്ഷ നിരയിൽ നിന്ന് അല്ലെങ്കിൽ MP-മാരിൽ നിന്ന് തന്നെ NDAയിലേക്ക് വോട്ട് ചോർച്ച ഉണ്ടാവുകയും ചില MP-മാർ അസാധു വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിൽ വലിയ അതൃപ്തി ഇപ്പോൾ പ്രതിപക്ഷ നിരയിലുണ്ട്. കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നത് ചില MP-മാർ, ചില ചെറിയ കക്ഷികളിലെ MP-മാർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കി അവരെ BJP സ്വാധീനിച്ചു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് തന്നെ ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് പ്രത്യയശാസ്ത്രത്തിനപ്പുറത്തേക്ക് ഭരണഘടനാ സ്ഥാനത്തേക്കാണ്, ഉപരാഷ്ട്രപതി എന്നുള്ളത് ഭരണഘടനാ സ്ഥാനമാണ്, ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ടൊരു ആളെ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചത്. സമാനമായ നിർദ്ദേശം നേരത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനെ NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ ആ സമയത്തും കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു. അതായത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം, ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു. അന്നും അത് തള്ളുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും കേന്ദ്ര സർക്കാരിന് ആ നിർദ്ദേശം തള്ളി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചോർച്ചയാണ് പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. പാർട്ടികളെ ഒരുമിച്ച് നിൽക്കാനോ വിശ്വാസത്തിലെടുക്കാനോ പ്രതിപക്ഷ മുന്നണിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, NDAക്കാകട്ടെ YSR കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയും ഒപ്പം പ്രതിപക്ഷ നിരയിലെയും വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചു. ഇന്നലെ രാത്രി ഏറെ വൈകി CP രാധാകൃഷ്ണൻ്റെ പ്രതികരണമുണ്ടായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും ആ പ്രവർത്തനം. ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. രണ്ടും ഒരേ നാണയത്തിൻ്റെ വശങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപോട്ട് പോകും. ഒപ്പം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമാണ് എന്നായിരുന്നു പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ദേശീയതയുടെ പ്രത്യയശാസ്ത്രം
അസ്ത്രം വിജയിച്ചു എന്ന പ്രതികരണവും വിഷ്ണു, അതോടൊപ്പം തന്നെ ഈ CP രാധാകൃഷ്ണന്റെ വിജയം സുനിശ്ചിതമായിരുന്നു. അത് അത്ര ഇപ്പൊ ഇന്ത്യ മുന്നണിക്കാണ് എങ്കിൽ പോലും അവരൊരു തോൽവി തന്നെയാണ് മുന്നിൽ കണ്ടിരുന്നത്. പക്ഷേ ഈ വോട്ട് പോയ വഴി അതായിരിക്കും ഇന്ത്യ മുന്നണിയെ ഇപ്പോൾ ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വോട്ട് പോയ വഴിക്കായിരിക്കും അവരുടെ യാത്രയല്ലേ? രാഖി, പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തോൽവി ഉറപ്പിച്ചതാണ്, CP രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അവരെല്ലാം ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷത്തിന് 315 MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലുമുണ്ട്. കൂടാതെ ചില അപ്രതീക്ഷിത വോട്ടുകൾ കൂടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും. ഭരണപക്ഷത്തു നിന്ന് പോലും പ്രതിപക്ഷ സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡിക്ക് വോട്ടുകൾ ലഭിക്കുമെന്ന വലിയ പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയിരുന്നു. ആ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് 315 എന്ന പ്രതിപക്ഷ നിരയിലെ അംഗങ്ങളുടെ വോട്ട് പോലും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക്, അതായത് NDAയുടെ സ്ഥാനാർത്ഥിക്ക് നിരവധി വോട്ടുകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. 14-ലധികം വോട്ടുകളാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ 15 വോട്ടുകൾ അസാധുവാവുകയും ചെയ്തു. വലിയ പിഴവാണ് പ്രതിപക്ഷ നിരയിൽ സംഭവിച്ചിട്ടുള്ളത്. വലിയ വോട്ട് ചോർച്ചയുണ്ടായി. ഇതിനോടകം തന്നെ പ്രതിപക്ഷ നിരയിൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസവും നേതാക്കളുടെ പ്രതികരണങ്ങളും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ പ്രതിപക്ഷ MP-മാരുടെ വോട്ട് CP രാധാകൃഷ്ണന് ലഭിച്ചു എന്നാണ് വിലയിരുത്തൽ. കൂടാതെ ചില MP-മാർ മനഃപൂർവ്വം ബാലറ്റ് അസാധുവാക്കി. രഹസ്യ ബാലറ്റിലൂടെയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഇലക്ട്രൽ കോളേജ് എന്നുള്ളത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളായിരുന്നു, അവർക്കായിരുന്നു വോട്ടവകാശമുള്ളത്. അതിൽ ചില MP-മാർ, പ്രതിപക്ഷ നിരയിലെ ചില MP-മാർ മനഃപൂർവ്വം ബാലറ്റ് അസാധുവാക്കി എന്ന ആരോപണം കൂടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉന്നയിച്ചു തുടങ്ങുകയാണ്. വോട്ട് ചോരി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം വോട്ടെടുപ്പ് പ്രക്രിയക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചാത്തലത്തിൽ ആ ഒരു വോട്ടെടുപ്പിലേക്ക് പോലും കൃത്യമായി വോട്ട് ചെയ്യാനോ ബാലറ്റ് അസാധുവാക്കാനും ഭരണപക്ഷത്തേക്ക് മറിച്ച് വോട്ട് ചെയ്യാനുമെല്ലാം പ്രതിപക്ഷ നിരയിൽ നിന്ന് MP-മാർ ഉണ്ടായിട്ടുള്ളത്. അതായത് അധികാരമില്ലെങ്കിൽ ഈ മുന്നണികളെ ഒരുമിച്ച് പാർട്ടികളെ ഒരുമിച്ച് നിർത്തി മുന്നണിയെ മുൻപോട്ട് നയിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം തള്ളിക്കൊണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരത്തിനിറങ്ങിയ പ്രതിപക്ഷത്തിന് വലിയ നാണക്കേട്. ഈ മുഴുവൻ പ്രതിപക്ഷ MP-മാരുടെ വോട്ട് നേടിയിരുന്നെങ്കിൽ അതൊരു പോരാട്ടമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. മുഴുവൻ പ്രതിപക്ഷ MP-മാരും ഒരുമിച്ച് നിന്നു. പക്ഷേ ഇതിപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് NDA സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ ലഭിച്ചു, നിരവധി വോട്ടുകൾ അസാധുവായി. അത്തരത്തിലൊരു വലിയ നാണക്കേടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഈ പ്രതിപക്ഷ നിരയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ജിഷ്ണു തുടരുക. നമുക്ക് നേപ്പാളിലെ സംഭവ വികാസങ്ങളെ കുറിച്ചുകൂടി അറിയേണ്ടിയിരിക്കുന്നു.